ഗുഡ് മോർണിംഗ്. ഡേ 2 രാവിലെ 4 മണി വിജയവാഡ. Good morning YouTube, it's me, your favorite Libran Abdul Salam Jamal Muhammad, and welcome back to the episode 2, that is day 2 of my Delhi trip in Indian Railway. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം തമിഴ്നാട് എക്സ്പ്രസ് എന്ന് പറയുന്ന ചെന്നൈ MGR സ്റ്റേഷനിൽ നിന്നും ന്യൂഡൽഹി സ്റ്റേഷൻ വരെ പോകുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്ലീപ്പറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ചെന്നൈ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്രെയിനിലേക്ക് കയറിയത്. ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തമിഴ്നാട് എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം സ്റ്റോപ്പുകളൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നൊരു ട്രെയിനാണ്. ഇപ്പോൾ നമുക്ക് 10 മണിക്ക് ചെന്നൈയിൽ നിന്ന് എടുത്തെങ്കിലും പിന്നെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് രാവിലെ 4:30-ക്കാണ്. അപ്പോൾ അത്രയും നേരം നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് 6:50. ഇപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് അടുത്ത സ്റ്റോപ്പ് വരും. ട്രെയിൻ ഒരു ഇത്തിരി ലേറ്റാണ്, അത് 6:50 സ്റ്റോപ്പ് 7:15, എന്നാലും ഒരു 10 മിനിറ്റ് 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് മേക്കപ്പ് ചെയ്യുമെന്നാണ് കൊടുത്തിരിക്കുന്നത്, അധികം ലേറ്റ് ആവില്ല എന്നൊക്കെയാണ് പാരീസ് ട്രെയിൻ ആപ്പിൽ പറയുന്നത്, ഓടിയെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി പിന്നെ അധികം സ്റ്റോപ്പുകളൊന്നുമില്ല. ഇപ്പോൾ 7:15 സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നുള്ളത് 10 മണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണി അങ്ങനെയൊക്കെയാണ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ വലിയ സ്റ്റോപ്പൊന്നും ഇല്ലാതെ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ട്രെയിനാണ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഓക്കെയാണ് എന്നല്ലാതെ അത്ര നല്ല ഫങ്ഷനിങ് ഒന്നും അല്ല. എസ്പെഷ്യലി വെള്ളത്തിൻ്റെയാണ് മെയിൻ പ്രശ്നം. ബക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ അറിയാലോ ഇന്ത്യൻ റെയിൽവേയുടെ ടോയ്ലറ്റ് ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കിടന്നെടുക്കാൻ ഈ സാധനം കിടക്കുന്നതുകൊണ്ടാണ്. മുകളിലൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുകയാണ്, ഇവിടെ ചുറ്റുമാണ്, ആരും എണീറ്റിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് രാവിലെ വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കയറി കിടന്നു. 2 ദിവസത്തെ ട്രാവലിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കുറേ നേരം നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരുന്നു നോക്കി. പിന്നെ രാത്രി ഒരു 1:30 ആയപ്പോഴാണ് കയറി കിടന്നത്. ഒരു 1:30 ആയപ്പോൾ കയറി കിടന്നതിനോട് ഇപ്പോൾ കേട്ടില്ല. അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കുറേ നേരം കിടന്നു. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടെ പുറത്ത് വിഷ്വൽസ് കാണിക്കാൻ ഇവിടെ നല്ല മൂടൽമഞ്ഞായതുകൊണ്ട് ഒന്നും കാണത്തില്ല, ഫുള്ള് ഒന്നും കാണത്തില്ല, ജസ്റ്റ് കുറേ വൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അത്രയും നല്ല മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നാളെ രാവിലെ വരെ ഈ ട്രെയിനിലാണ് ഇരിക്കുകയുള്ളത്. നാളെ രാവിലെ 3 മണിക്കാണ് ആഗ്രകണ്ട് സ്റ്റേഷനിൽ എത്തുന്നത്. ആഗ്രകണ്ട് സ്റ്റേഷനിൽ ചെന്ന് അവിടെയാണ് നമ്മൾ റെയിൽവേ റിട്ടയറിംഗ് റൂം 3 മണിക്കൂറത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് 3 to 6 ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് അവിടെ നിന്ന് വീണ്ടും ഇന്നലെ നമ്മൾ ചെന്നൈ എഗ്മോറിൽ നിന്ന് ചെന്നൈ സെൻട്രലിൽ വന്നതുപോലെ മെമൂല് വല്ലതും കയറി ആഗ്ര ഫോർട്ട് സ്റ്റേഷനിൽ ചെല്ലണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആഗ്ര ഫോർട്ട് സ്റ്റേഷനിലാണ്
നമുക്ക് താജ്മഹലിലേക്ക് പോകാനുള്ളത്. നാളത്തെ ഡേ ഫുള്ള് നമ്മൾ താജ്മഹൽ എക്സ്പ്ലോർ ചെയ്ത് നാളെ ഈവനിങ് നമ്മൾ നേരെ, ഈവനിങ് അല്ല നാളെ നൈറ്റ് നേരെ ഡൽഹിക്ക് പോകുന്ന രീതിയിലാണ്, താജ് എക്സ്പ്രസ് ഡൽഹിക്ക് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തെ വിഷ്വൽസ് കാണിക്കാൻ ഇന്ന് നല്ല മൂടൽമഞ്ഞ് ആയതുകൊണ്ട് രാവിലെ ഒന്നും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഡൽഹിക്ക് പോകുന്നത് വരെ ആയിരിക്കും കാണിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ റെയിൽവേയിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. സോ ആൻഡ് മാത്രമല്ല ഫസ്റ്റ് ടൈമാണ് വ്ളോഗും ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നിലൊരു ഭാവി വ്ളോഗർ കാണുന്നുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ദാറ്റ്സ് അ ഫോർ നൗ, ഗുഡ് ബൈ. നമ്മുടെ തമിഴ്നാട് എക്സ്പ്രസ്സിലാണ്. തമിഴ്നാട് എക്സ്പ്രസ് നല്ല ബഹളമുണ്ട്, സൗണ്ട് ഉണ്ട്, തിരക്കൊന്നുമില്ല. ഈ ഒരു 6:50 ഒരു നമ്മുടെ വരക്കൽ സ്റ്റേഷനിലെത്താം. 6:50 വരക്കൽ സ്റ്റേഷനിലെത്തി 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്തും. പിന്നെ 10:30 സ്റ്റോപ്പുള്ളൂ. അപ്പോൾ അധികം സ്റ്റോപ്പൊന്നും ഇല്ലാത്ത ട്രെയിനാണ്, നല്ല ട്രെയിനാണ്. ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, സുഖം. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് അവസ്ഥ, ഒന്നും കാണത്തില്ല. ആകെ ഒരു അടുപ്പുറത്തുള്ള റെയിൽവേ ട്രാക്ക് മാത്രമേ കാണുള്ളൂ, ബാക്കി മൊത്തം മഞ്ഞാണ്, നല്ല തണുപ്പുമാണ്. ഞാനാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ കുടിക്കുകയാണ്, കണ്ടില്ല, സാധനം പൊക്കിയിട്ടില്ല. ഇപ്പുറത്തെല്ലാം അപ്പമാണ്. ട്രെയിൻ മൊത്തത്തിൽ മോശമല്ല, പക്ഷേ ടോയ്ലറ്റ് എല്ലാം ബൈ റെയിൽവേ സ്റ്റാൻഡേർഡ്സ് കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ അവിടെയും മറ്റേ ബക്കറ്റൊന്നും ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രാവലർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, യൂസബിൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ പോകുന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ, പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല. ഇവിടെ ഈ മണ്ണിൽ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല, ഒന്നും കാണത്തില്ല ക്യാമറയിൽ, എനിക്ക് കണ്ണിന് തന്നെ കാണത്തില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. കുറച്ചും കൂടെ മാറുമ്പോൾ വെയിലാവുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ കാണിച്ചു തരാം. 2 hours later. നമ്മൾ വരങ്കൽ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. നമ്മുടെ സിറ്റി ഔട്ട്സ്കേർട്സ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണുന്നത്. കുറേ ചേരികളും കുറേ കന്നുകാലികളും കുറച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഏരിയസാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പല്ലേക്കുന്നത് കാണാം, പല ജോലികൾക്കൊക്കെ പോയി തുടങ്ങുന്നത് കാണാം. എനിക്കിവിടെ തലമുട്ടും, മുത്തുമാളിലത്തെ മഴിച്ചിട്ടില്ലാണ്ട് ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ പണിയുന്നൊക്കെ ഉണ്ട്. ഒരുപാട് ചെറിയ ലോക്കൽ ചേരികൾ പോലത്തെ ഷെഡ് കിട്ടിയ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വലിയ കെട്ടിടങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു സ്റ്റേഷൻ, വലിയ തിരക്കൊന്നുമില്ലാത്ത ചെറിയൊരു സ്റ്റേഷനാണ് നമ്മുടെ വരങ്കൽ സ്റ്റേഷൻ. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ 7:30 ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് രാവിലെ 10:30 മറ്റോ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ സ്റ്റോപ്പുള്ളൂ. ഒരുപാട് സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണ് തമിഴ്നാട് എക്സ്പ്രസ്. പക്ഷേ ഇതുപോലെ കുറേ സൗണ്ട് കേട്ടോണ്ടിരിക്കും. ഇതാണ് നമ്മുടെ കോച്ച് സ്ലീപ്പറിന് ഇവിടെ എൻട്രൻസ്. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ബാത്റൂം വരുന്നോണ്ട് നല്ല സ്മെല്ലൊക്കെയാണ്. അറിയാവുന്ന ആരും ഇല്ല. പിന്നെ നമ്മുടെ ഭാഷ ഈ നാട്ടിൽ ആർക്കും മനസ്സിലാവാത്തതുകൊണ്ട് അതൊരു രസമുണ്ട്. നമുക്കൊരു അറപ്പ് തോന്നില്ല വീഡിയോ എടുക്കാണ്.
കാരണം നമ്മൾ പറയാൻ നമുക്ക് മാത്രമല്ലേ മനസ്സിലാവും. അതുകൊണ്ട് നമുക്കൊരു അറപ്പൊന്നും തോന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ പഴയ ബാത്റൂം ചെരുപ്പൊക്കെ ഇട്ട് കാരണം ഇതാണ് കംഫർട്ട്. കാരണം ഇപ്പൊ നമ്മൾ വേറെ വല്ല ഡ്രസ്സ് ഇട്ടാലും ജീൻസ് ഒക്കെ ആണെങ്കിൽ വലിയ പാടായിരിക്കും. പക്ഷെ ഇത് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നമ്മുടെ തന്നെ ചെരുപ്പ് ഇട്ട് വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ട് കിടക്കുന്ന എയർ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ലോങ് പോകുന്നല്ലേ, 3 ദിവസം കണ്ടിന്യൂസ് ജേർണിയിൽ ഇതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ കിടക്കുന്ന S1-ലാണ്, സ്ലീപ്പറിൽ S1-ലാണ് കിടക്കുന്നത്. സ്ലീപ്പർ S1-ൽ 73, 74, 75 ആണെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും ഇതാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. വരങ്കൽ സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എടുക്കാൻ പോകുന്നു. ട്രെയിൻ ഇപ്പോൾ എടുക്കും. സോ നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട്.